ഇങ്ങനെ ഒരു വാർത്ത നൽകിയ ന്യൂസ് മലയാളത്തെ മന്ത്രി സജി ചെറിയാൻ അഭിനന്ദിക്കുകയും ചെയ്തു. നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് മുൻകൈ എടുക്കേണ്ടത്. ന്യൂസ് മലയാളം അങ്ങനെ ഒരു ക്യാമ്പയിൻ ചെയ്യുന്നതിൽ ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തതാണ്. കാരണം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ അത് ഒരു 15 ലക്ഷത്തോളം ആളുകൾ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ വളർന്നു വരുന്ന ഒരു സാമൂഹ്യ പ്രശ്നമാണ്. അപ്പോൾ അത്തരം ഒരു പ്രശ്നത്തെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ച ചെയ്യപ്പെടാനും ആളുകൾക്ക് കേരളത്തിലെ ആളുകളിലും ബോധ്യപ്പെടണം. അപ്പോൾ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു ബോധവൽക്കരണം കൂടി ആവശ്യമാണ്. നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെ ഒരു സഹായം ചെയ്യുന്നതിൽ ഏറ്റവും നല്ല കാര്യമാണ്. ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാം. മന്ത്രി ഇങ്ങോട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇങ്ങനെ ഒരു വാർത്ത മാധ്യമങ്ങൾ കൊണ്ടുവരുമ്പോൾ സത്വരമായ ഒരു നടപടിയിലേക്ക് വകുപ്പ് കടന്നു എന്നുള്ളത് പ്രശംസാർഹം തന്നെയാണ്. തിരിച്ചും ആ വിധത്തിൽ പ്രശംസ അർഹിക്കുന്നുണ്ട് ഫിഷറീസ് വകുപ്പിൻ്റെ ഈ ഇടപെടൽ എന്ന് തന്നെ പറയേണ്ടി വരും. ദിലിഷ തിലകൻ കൂടി ചേരുകയാണ്. ദിലിഷ, വളരെ സന്തോഷിക്കാൻ കഴിയുന്ന, അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ. ദിലിഷ പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു വാർത്ത, കൃത്യമായി റിപ്പോർട്ട് ചെയ്ത ആ വാർത്താ ഫലം കാണുകയാണ്. പ്രത്യേകിച്ചും സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ വയറ്റത്തടിക്കുന്ന ഒരു നടപടിയാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ദിലിഷ ഇപ്പോൾ വളരെ കൃത്യമായി പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിലിപ്പോൾ നടപടികൾ വരികയാണ്. എങ്ങനെയാണ് ഈ ഇമ്പാക്റ്റിനെ നോക്കിക്കാണുന്നത്? അതിനൊപ്പം അവിടെയുള്ള സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ദിലിഷയ്ക്ക് കിട്ടിയിട്ടുണ്ടോ ഈ വാർത്തയ്ക്ക് പിന്നാലെ? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ വയറ്റത്ത് അടിക്കുന്ന രീതിയിലുള്ള നിയമലംഘനങ്ങൾ തന്നെയാണ് ഈ ആഴക്കടലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കേരള തീരത്തെ മത്സ്യസമ്പത്തിനെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് ആഴക്കടലിൽ അശാസ്ത്രീയമായിട്ടുള്ള ഈ മത്സ്യബന്ധനം നടക്കുന്നത്. ഇതര സംസ്ഥാന ബോട്ടുകളെത്തി ഹൈ വോൾട്ടേജ് ലൈറ്റുകൾ ഉപയോഗിച്ച് മത്സ്യത്തെ കൂട്ടത്തോടെ ആകർഷിച്ച് പിടിക്കുകയാണ്. ഈ കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്കും മാത്രമല്ല പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തിനും എല്ലാം തന്നെ ഏറെ വെല്ലുവിളിയാകുന്ന ഒരു നിയമലംഘനം. ഈ ഒരു നിയമലംഘനങ്ങൾക്ക് നേരെ അധികൃതർ ഇത്രകാലം കണ്ണടയ്ക്കുകയായിരുന്നു എന്നായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ ഒരു പരാതി. ഈ രാത്രിയുടെ മറവിലാണ് ആഴക്കടലിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിലെ ബോട്ടുകാർ നിരോധിത രീതിയിൽ മത്സ്യബന്ധനം നടത്തി നമ്മുടെ മത്സ്യസമ്പത്ത് ഊറ്റിയെടുത്തുകൊണ്ട് തീരദേശ മേഖലയെ നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പരമ്പരാഗത സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ വയറ്റത്തടിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പോലും പരിശോധന കർശനമാക്കുന്നില്ല എന്നൊരു പരാതി മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയായിരുന്നു. ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ശക്തിയേറിയിട്ടുള്ള പ്രകാശം കടലിന്റെ അടിത്തട്ടിലേക്ക് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇതോടെ ഈ കടലിന്റെ അടിത്തട്ടിലുള്ള മത്സ്യങ്ങൾ വരെ മുകൾ പരപ്പിലേക്ക് കൂട്ടമായിട്ട് ഉയർന്നു വരുന്നു. ഇങ്ങനെ മത്സ്യക്കുഞ്ഞുങ്ങളെ അടക്കം കടലിന്റെ ആവാസ വ്യവസ്ഥയെ അടക്കം ഇവർ ഊറ്റിയെടുത്തുകൊണ്ട് പോവുകയാണ്. മാത്രമല്ല, ഏതാനും മാസത്തേക്കുള്ള മത്സ്യത്തെയാണ് ഒരുമിച്ച് ഇവർ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ളതാണ്. വളവും കേവലം ഭക്ഷ്യലക്ഷ്യം മാത്രമല്ല ഇത്തരക്കാരുടെ പിന്നിലുള്ളത്. വളവും മറ്റും ഉണ്ടാക്കാനുള്ള വാണിജ്യ ആവശ്യങ്ങൾക്കും ഇവർ ഇപ്രകാരം ഊറ്റിയെടുക്കുന്ന മത്സ്യസമ്പത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചെറു ബോട്ടുകൾക്കും അതുപോലെ തന്നെ ഇൻബോർഡ് വള്ളങ്ങൾക്കും സാധാരണ മത്സ്യത്തൊഴിലാളികൾക്കൊന്നും നേരത്തെ ലഭിച്ചിരുന്ന മത്സ്യങ്ങൾ പോലും ഇപ്പോൾ ലഭിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ നിയമലംഘനം നടത്തുന്ന ഇതര സംസ്ഥാന ബോട്ടുകളെ നിയന്ത്രിക്കാൻ അധികൃതർ തയ്യാറാകാത്തതായിരുന്നു ഇത്രയും വലിയ പ്രതിസന്ധി നമ്മുടെ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരുന്നതിന് ഏറ്റവും വലിയ കാരണം. എന്നാൽ അധികൃതരുടെ അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഫിഷറീസിലൊക്കെ തന്നെ ബന്ധപ്പെട്ടപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഒരു മറുപടി എന്തെന്നാൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. എന്നാൽ 12 നോട്ടിക്കൽ മൈൽ അപ്പുറത്തേക്ക് കടലിൽ പരിശോധന നടത്താൻ കേരള സർക്കാരിന് പരിമിതി ഉണ്ട് എന്നായിരുന്നു അധികൃതർ നമുക്ക് നൽകിയ ഒരു വിശദീകരണം. 12 നോട്ടിക്കൽ മൈൽ ഇപ്പുറത്ത് നടക്കുന്ന പരിശോധനകൾ കൃത്യമായിട്ട് നിയമലംഘനങ്ങൾ പിടിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് വലിയ രീതിയിലുള്ള നിയമലംഘനങ്ങൾ നടക്കുമ്പോൾ കണ്ണടക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് അധികൃതർ സഹായരായി പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. ഈ എന്തായാലും ദിലിഷ, ആ പരിമിതികൾക്കൊക്കെ ഒരു പരിഹാരം കാണാൻ ഉടൻ തന്നെ കഴിയുമെന്നാണ് കരുതുന്നത്. അതിനു വേണ്ടിയാണ് ഈ യോഗം ഇപ്പോൾ വിളിച്ചു ചേർത്തിരിക്കുന്നത്. മാർച്ച് 19-നാണ് യോഗം. നേവി, മറൈൻ എൻഫോഴ്സ്മെന്റ് ഉൾപ്പെടെയുള്ളവ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് അറിയുന്നത്. സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള പരിമിതികളെ മറികടക്കുക കൂടിയാണ് ഈ യോഗത്തിൻ്റെ ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കുന്നത്. ദിലിഷ തിലകനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത്.